ഇത് ഒരു മുസ്ലിം സ്ഥാപനമായിരുന്നെങ്കിലോ ആദ്യം വിമർശനത്തിന് വിധേയമാവുക ഈ സ്ഥാപനമായിരിക്കും. കാരണം അതാണ് ഇപ്പം നാഗ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ അതിന്റെ സ്ഥാപന മേധാവി മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരങ്ങൾ വരുന്നത്. എന്തായാലും ഇവിടെ ഈ കോൺട്രവേഴ്സിക്ക് കുറച്ചും കൂടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ നിദാഖാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ശരിക്കും അത് മറുവശത്ത് ആ വിഷയം ആസൂത്രിതമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റൊരാളിൽ ആരോപിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ചില കേന്ദ്രങ്ങളൊക്കെ അത്തരം സംഗതികളുണ്ട്. അതിൽ നിന്ന് പുറത്തു വരുന്ന ചില പെൺകുട്ടികൾ വളരെ അപകടകരമായ ഭീകരമായ കാര്യങ്ങൾ പുറത്ത് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ ഒരു ഓഫീസിലുണ്ടായ ചില വിവാദങ്ങളിലേക്കാണ് അടുത്തതായി വരുന്നത്. മറ്റൊന്നുമല്ല, അവിടെയുള്ള 2 ജീവനക്കാർ നിദാഖാൻ എന്ന പേരിലുള്ള ഒരു വ്യക്തിയും ഒരു കൂടെയുള്ള അതേ കമ്പനിയിൽ തന്നെയുള്ള ഒരു വനിതാ ജീവനക്കാരിയും തമ്മിലുള്ള പ്രണയബന്ധം അത് വ്യത്യസ്തമായ രീതിയിൽ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു. അത് അവസാനം പുറത്തേക്ക് വരുന്നത് ഒരു ജിഹാദ് എന്ന നാമകരണത്തോടു കൂടിയാണ്. ഒരുപാട് ഹൈന്ദവ സ്ത്രീകളെ വ്യത്യസ്തമായ രീതിയിൽ ദുരുപയോഗം നടത്തുന്നു, നിർബന്ധ പരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നതടക്കമുള്ള പൊള്ളയായ കാര്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. TCSൻ്റെ ഔദ്യോഗിക കുറിപ്പിൽ തന്നെ ഇത് പൊള്ളത്തരമാണ് എന്ന് കൃത്യമായി ഉറപ്പിക്കാവും വിധമാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. HR മാനേജറാണ് എന്ന് പറഞ്ഞായിരുന്നു കാര്യങ്ങൾ പുറത്തേക്ക് വന്നതെങ്കിൽ അദ്ദേഹം HR മാനേജർ അല്ല എന്ന് കൃത്യമായി വെളിവാക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും കൃത്യമായ നിഗൂഢതകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പുറത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ആദ്യമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എല്ലാ വീണ് കിട്ടുന്ന അവസരങ്ങളെയും വളരെ സമർത്ഥമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിശാല മനസ്കത എന്ന് പറയുന്നത്. ഞാൻ ഒരു വീഡിയോ കണ്ടു. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരനെ 2 പേര് വലിയ വടി കൊണ്ട് കാലിനങ്ങനെ അടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പോലീസൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് എന്താ വെച്ചാൽ പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്താണ്. 8 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വടിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ഹിന്ദു പെൺകുട്ടികളെ ഉപദ്രവിച്ചു, അപ്പോൾ അതിൻ്റെ പേരിൽ ഇവൻ അടിക്കുക എന്നായിരുന്നു. പക്ഷേ പിന്നെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരൻ അവിടെ ഒരു ടൗണിൽ പിന്നെ വേറൊരാൾ കച്ചവടം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് എടുത്ത് അവിടെ ഷോപ്പ് തുടങ്ങാൻ, അതേ ഷോപ്പ് എന്താണ് ചായക്കടയാണോ എന്താണെന്ന് നമുക്കറിയില്ല, എന്തായാലും ഷോപ്പ് തുടങ്ങാൻ ശ്രമിക്കുകയും അതിനെതിരെ ഇദ്ദേഹം തന്ത്രപരമായി ഉപയോഗിച്ച ഒരായുധമായിരുന്നു ഇവനെതിരെ പിന്നെ പെണ്ണ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഭദ്രമായി ഇതിൽ ട്വിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയും ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇതിൽ ചെറിയ കിട്ടിയ ഒരു തീപ്പൊരിനെ അവർ നന്നായി ഊതി കത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ ഇപ്പോൾ നാഗ്പൂരിൽ സമാനമായൊരു കേസും കൂടെ വന്നിരിക്കുന്നു. അവിടുത്തെ NGO ഇതിനകത്തുള്ള അതിൻ്റെ ബോസിനെതിരെ സമാനമായ കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇനിയും ഇത്തരത്തിൽ ഇപ്പോൾ നല്ലൊരു തന്ത്രമായിട്ട് കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഇവിടുത്തെ മുസ്ലിം എംപ്ലോയ്മെൻറ്റിനെ ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് സെക്ടറുകളിലടക്കം വർക്ക് ചെയ്യുന്ന, കാരണം വളരെ എഡ്യൂക്കേറ്റഡായിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ, കാരണം അവർ ഇനവിറ്റബിളാണ്, അവർ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് അവർ ഇനവിറ്റബിളാണ് കമ്പനികളെ സംബന്ധിച്ചോളം. അപ്പോൾ ആ രീതിയിൽ റിക്രൂട്ട് ചെയ്യപ്പെടാൻ ഇടയുള്ളതിനെ ആ എംപ്ലോയേഴ്സിന് ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ അവർ വല്ലാണ്ട് കീ പോസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളിങ്ങനത്തെ അലിഗേഷൻസൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കമ്പനി ഞങ്ങൾ പൂട്ടിക്കും എന്ന രൂപത്തിലാണ് ഈ പ്രചരണങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംശയിക്കണം, അവർ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് നല്ലോണം ശ്രദ്ധിക്കണം, റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അവരെ ശ്രദ്ധിക്കണം എന്ന രൂപത്തിലുള്ള ഒരു രീതിയിലൊരു സംശയം ഉണ്ടാക്കുക. നമുക്കറിയാം ഈ സെക്ടറുകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കോപ്പറേഷനും കൊളാബറേഷനും ആവശ്യമുള്ളതാണ്. കാരണം ഒറ്റ വ്യക്തിയല്ല അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒന്നിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു സെക്ടറിൽ സംശയങ്ങളോ ഈ പരസ്പരമുള്ള വൈരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സെക്ടർ തന്നെ തകർന്നു പോകും എന്നുള്ളതാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ ഇപ്പോൾ TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ
ഒരു കമ്പനി നെറ്റ്വർക്കാണ്. 6 ലക്ഷത്തിലധികം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. മാത്രമല്ല ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 200-300 ആളുകൾ വർക്ക് ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഇതിൻ്റെ ഒരു HR പോളിസി പോലും കുറച്ച് ലിബറലായിട്ടുള്ളതാണ്. മറ്റു പല കമ്പനികളെക്കാൾ കൂടുതൽ അവർ റിക്രൂട്ട്മെൻറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതാണ്. മാത്രമല്ല ഈ ESG എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതായത് എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ് എന്ന് പറയുന്നത്. അതൊരു പോളിസിയാണ്. അതായത് നമ്മളൊരു കമ്പനി എന്ത് ചെയ്യണം, പിന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, സോഷ്യലി അത് ഫ്രണ്ട്ലി ആവുക എന്നർത്ഥം. അപ്പോൾ അവിടെ ഉള്ളൊരു ഇൻക്ലൂസീവ് പോളിസി ഉണ്ട്, മതങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോളിസി. മാത്രമല്ല ഫെയ്ത്ത് ടോളറൻസ് ഉള്ള ഇത്തരം കാര്യങ്ങൾക്ക് ചില പോയിൻറ്റ്സൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നാമത്തെ നിൽക്കുന്നൊരു കമ്പനിയാണ് ഗോദ്രജ്. അതുപോലെ തന്നെ ഒരു വാല്യൂ ഉള്ള, വേൾഡിൽ മൊത്തത്തിൽ ആ രീതിയിൽ വാല്യൂ ഉള്ള കമ്പനിയാണ് ഈ ടാറ്റയുടെ, പ്രത്യേകിച്ചും TCS പോലുള്ള കമ്പനികൾ. അപ്പോൾ അത്തരം കമ്പനികളിൽ തന്നെ ഈ ഇൻക്ലൂസീവ് പ്രാക്ടീസസിനെതിരെ കൂടെയുള്ള ഒരു ശ്രമകരമായ പ്രൊട്ടസ്റ്റ് കൂടിയാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ളത്. ഈ കേസ് തള്ളിപ്പോവും, അത് ഇവർക്കും അറിയാം. കാരണം ഇതിനകത്ത് ഈ കൃത്യമായിട്ടുള്ള ഫാബ്രിക്കേറ്റഡായിട്ട് തെളിവുകളുള്ളത്. അവരുടെ താല്പര്യം എന്തുള്ളൂ, ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുക, മറ്റൊരു ജിഹാദ് കൂടെ ഉണ്ട്, കോർപ്പറേറ്റ് ജിഹാദ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കുക, കോർപ്പറേറ്റ് സെക്ടറുകളിൽ കൂടെ മുസ്ലിങ്ങളെ സംശയത്തിന് നിലയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ FIR നോക്കിയാൽ FIRൽ എന്തില്ല, ഇവർ പറയുന്ന മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്നോ പ്രലോഭിപ്പിച്ചു എന്നുള്ളതൊന്നുമല്ല. മറിച്ചത് നോക്കിയാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തെയാണ് പിന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഡാനിഷ് ഖാൻ എന്ന് പറയുന്നൊരു കക്ഷി, അതാണ് ഈ കേസ് എന്ന് പറയുന്നത്. കക്ഷി അവിടുത്തെ മറ്റൊരു അമുസ്ലിമായ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാഹബന്ധമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ബന്ധം തുടരുന്നു, വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഒടുവിൽ ഫെബ്രുവരിയിൽ ഈ യഥാർത്ഥ ഭാര്യ ഈ വിഷയം അറിയുന്നു, അവർ ഈ കുട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, വിവാഹബന്ധം പൊളിയുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ പൊളിയുമ്പോണ്ടാവുന്ന ഒരു വല്ലാത്ത തീവ്രമായിട്ടുള്ള പകയുണ്ടാവും. ആ പകയെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഉണ്ടാവുന്നത്. അത് പിന്നെന്താണ്, പിന്നെ ഒരുപാട് കേസുകൾ വരികയാണ്. എത്രത്തോളം മറ്റേ അവിടുത്തെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തൻ്റെ കീഴിലുള്ള, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇഫ്താറിന് ക്ഷണിക്കുന്നു. ഇഫ്താറിന് ക്ഷണിച്ച് അവിടുന്ന് എന്താണ്, പിന്നെ ഒരു തൊപ്പി എന്താണ് വെച്ചു കൊടുക്കുന്നു, മാംസഭക്ഷണം മറ്റേ കാശ്മീരി തൊപ്പി വെച്ചു കൊടുക്കുന്നു, കഴിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഏതർത്ഥത്തിലാണ് ഒരു ജിഹാദോ അല്ലെങ്കിൽ ഒരു മതപരിവർത്തനത്തിന് ശ്രമമാവുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഇല്ലാത്ത പല തെളിവുകളും ഉണ്ടാക്കി കഥകൾ കെട്ടിച്ചമച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപന മേധാവിക്കെതിരെ പ്രശ്നമൊന്നുമില്ല. മേധാവി കാരണം ടാറ്റയാണ് അല്ലേ, സ്ഥാപനത്തിനെതിരെയും പ്രശ്നമില്ല, കാരണം സ്ഥാപനം ടാറ്റയാണല്ലോ. ഇത് ഒരു മുസ്ലിം സ്ഥാപനമായിരുന്നെങ്കിലോ ആദ്യം വിമർശനത്തിന് വിധേയമാവുക ഈ സ്ഥാപനമായിരിക്കും. കാരണം അതാണ് ഇപ്പോൾ നാഗ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ അതിൻ്റെ സ്ഥാപന മേധാവി മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരങ്ങൾ വരുന്നത്. എന്തായാലും ഇവിടെ ഈ കോൺട്രവേഴ്സിക്കൊരു കുറച്ചും കൂടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നിദാഖാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉണ്ട്. അപ്പോൾ നിദാഖാൻ എന്ന കഥാപാത്രത്തെ എന്താക്കി മാറ്റി, HR മാനേജറാക്കി. എന്തിന്, മതപരിവർത്തനം നടത്താൻ മാത്രമുള്ള ഒരു ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടാവണല്ലോ. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് അവർക്കുള്ളത് കൊണ്ട് തന്നെ മറ്റു തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരുടെ ശമ്പള വർധന, അവരുടെ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വാധീനിക്കാൻ മാത്രം ശക്തിയുള്ള കഥാപാത്രമാണ് അവരെന്ന് വരുത്തി തീർക്കാൻ. യഥാർത്ഥത്തിലൊരു ഈ കോൾ സെന്ററിലെ പ്രോസസിംഗ് അസോസിയേറ്റ് മാത്രമാണ് അവരെന്നാ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള HR മാനേജർ അശ്വിനി ചേതായി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. കേസ് വരാൻ കാരണം എന്താണ്, ഇവർ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചപ്പോൾ അതിന് പരിഗണിച്ചില്ല എന്നാണ്. പക്ഷേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും, ഒരു HR മാനേജറുടെ പോസ്റ്റിലിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വഞ്ചന പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇന്നതായി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, മതപരിവർത്തനത്തിന് ശ്രമിക്കേണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നീ പരിവർത്തിക്കണ്ട,
നീ എന്താ എനിക്ക് മനസ്സിലായല്ലോ അതിനുള്ള ക്ഷമ എന്നുള്ളത്, അതുകൊണ്ട് പോകണ്ടെന്ന് പറയേണ്ട വിഷയമുള്ളൂ. അതായത് ഇതിനകത്തൊരു ഇടപെടാൻ മാത്രമുള്ളൊരു വിഷയം ഇല്ല എന്ന് മനസ്സിലാക്കി അതിലെന്ത് ചെയ്തു, ലൈറ്റായിട്ടുള്ള ഉപദേശം കൊടുത്ത് വിട്ടു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഉപദേശം കൊടുത്ത് വിട്ടു. ഇത്രയും അവർ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇതൊരു സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന പ്രായപൂർത്തിയായ ആളുകൾ പണിയെടുക്കുന്നൊരു സ്ഥലമല്ലേ. അവിടുത്തെ HR മാനേജറുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്തല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രണയ കക്കൂസുകളൊക്കെ ഉണ്ടാവും, അതിലെല്ലാം കൂടെ ഇടപെടാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇനി മാത്രമല്ല, ഈ പറഞ്ഞത് ഇതാക്കാൻ അവർ ഒളിവിലാണെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അവർ യഥാർത്ഥത്തിൽ വെച്ചാൽ ഗർഭിണിയായിരുന്നു. ഇപ്പോൾ മെറ്റേണിറ്റി ലീവിൽ എന്ത് ചെയ്തു, ബോംബെയിലെന്താണ് വീട്ടിൽ ഉണ്ടെന്ന് പറയുന്നത്, എപ്പോഴോ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ് അവർ കുറിപ്പ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ 2022 മുതൽ 26 വരെ നീണ്ടു വന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ കേസിലെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയോ, നടന്നു പോകുമ്പോൾ രഹസ്യഭാഗങ്ങളിലേക്ക് നോക്കും, തൊടും, അല്ലെങ്കിൽ വേറെ ഗോഷ്ഠികളൊക്കെ കാണിക്കും. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ, മതം മാറാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കലാണോ, പരിഹസിക്കലാണോ, അതോ നിന്ദിക്കലാണോ, കളിയാക്കലാണോ, എന്താണെന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് പറയാം, മതപരിവർത്തനത്തിന് ഒരു മതമെതിരല്ല. ഇപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നമ്മളെല്ലാ ചുമരിലും നമ്മൾ കാണൂലേ, അതൊരു ക്ഷണമാണല്ലോ. അപ്പോൾ ഒരു മോക്ഷമാർഗമായിട്ടാണ് മതത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പേരിലോ അനുകമ്പയുടെ പേരിലോ ഗുണകാംക്ഷയുടെ പേരിലോ ആത്മാർത്ഥതയുടെ പേരിലോ ഞാൻ എൻ്റെ മതത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം അത് ക്ഷണിക്കാത്തവനാണ് കപട വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പീഡിപ്പിച്ചോ ഉപദ്രവിച്ചോ ചെയ്തു, അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥ വിശ്വാസി അല്ല എന്നുള്ളതാണ് അർത്ഥം. എന്തായാലും ശരി, ഈ കേസ് തള്ളിപ്പോകും, പക്ഷേ ചില ഡാമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് കഴിയും. ഇത്രമാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞു നമുക്ക് തോന്നുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ? അതിൽ രസകരമായൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ അതേ സമയം വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് അശോക് ഖരാത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവ്യത്വം സ്വയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആ നിലക്കൊരു ദിവ്യനായി പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. 30-ലധികം സ്ത്രീകളെയാണ് അവർ ബലാത്സംഗത്തിന് വിധേയമാണ്. 39 കേസുകളുണ്ട്. 39 കേസുകൾ അങ്ങനെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ ശരിക്കും വീഡിയോ ഉണ്ട്. വീഡിയോ അതിന് പബ്ലിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ പച്ചക്ക് ബലാത്സംഗം ചെയ്യുന്ന സംഗതി ആളുകൾ കാണുകയും അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ TCS വിഷയം വന്നത്. അതന്നെ കോർപ്പറേറ്റ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് TCS വിഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞത്. അതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ അശോക് ഖരത്തിൻ്റെ ഇത്തരം വിഷയങ്ങൾ മൂടി വെക്കാനും അതുപോലെ അത് പുറത്തേക്ക് വരാതിരിക്കാനും ഒക്കെയാണ് ഈ തന്ത്രം മെനഞ്ഞത് എന്നുള്ള രൂപത്തിലൊക്കെ സംസാരമുണ്ട്. ഏതായിരുന്നാലും ഇതിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴും പെട്ടെന്നൊരു കഥ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കഥ സ്ഥിരമായിട്ട് ഓടുകയും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കെട്ടടങ്ങുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ആരുടെയൊക്കെ മനസ്സിൽ അത് സ്ക്രാച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പിന്നീടുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും ജിഹാദുമായിട്ട് ചേർത്താണ് പറയാം. അതുപോലെ നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനം നടക്കുന്നത് മനസ്സിലാണ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരിക, അതേപോലെ വിശ്വാസം മാറണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ ചെയ്താലും അവൻ്റെ മനസ്സിൽ ഇസ്ലാം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാം ഒരിക്കലും എന്തല്ല, യഥാർത്ഥ ഇസ്ലാമല്ല. ആ നിലക്കുള്ളൊരു നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിൻ്റെ ഒരു വശങ്ങളിലും കാണാൻ സാധ്യമല്ല. ഖുറാനിൽ തന്നെ പറഞ്ഞില്ല ലാ ഇക്റാഹ ഫിദ്ദീൻ, പാടില്ലെന്നാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്നാണ് കൃത്യമായിട്ട് പറയണം. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും എന്നാണ് പറഞ്ഞത്. വലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലും ഭാവങ്ങളിലേക്കല്ല അല്ലാഹ് നോക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്കാണ്. അപ്പോൾ ഒരാൾ നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ മതത്തിന് എന്തർത്ഥമുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇസ്ലാമിൻ്റെ മാത്രമല്ല ഖുറാനിൽ പറയുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്കറിയാം. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഈ വ്യക്തമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാണ് നിൻ്റെ ഉത്തരവാദിത്തം. അവരെ നിർബന്ധിച്ച് ഇതിൽ കൊണ്ടുവരാൻ അല്ല. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഇസ്ലാം ശക്തമായി വാദിച്ചിട്ടും
വീണ്ടും നിർബന്ധ മതപരിവർത്തനം ഇതിൽ നടത്തുന്നു എന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും ഞാനതിൽ കാണുന്ന ഒരു കുതന്ത്രമുണ്ട്. ശരിക്കും അത് മറുവശത്ത് ആ വിഷയം ആസൂത്രിതമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റൊരാളിൽ ആരോപിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ചില കേന്ദ്രങ്ങളൊക്കെ അത്തരം സംഗതികളുണ്ട്. അതിൽ നിന്ന് പുറത്തു വരുന്ന ചില പെൺകുട്ടികൾ വളരെ അപകടകരമായ ഭീകരമായ കാര്യങ്ങൾ പുറത്ത് പറയുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിലക്ക് കുട്ടികളെ റാഞ്ചിയെടുക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ മേലെ അത് ചാർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ്. മൂടി വെച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണം നടക്കുന്നതെന്നാണ് ആ കൂട്ടത്തിൽ ചേർത്ത് പറയാനുള്ളത്.